പനി എങ്ങനെയുണ്ട്? ചൂടുണ്ടോ ഇപ്പോഴും? പനി വിട്ട് കാണൂല. അല്ലെങ്കിലും സ്കൂൾ തുറക്കാനാവുമ്പോ ഉള്ളതാ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും അസുഖം ഉണ്ടാവും. മരുന്ന് കൊടുത്തായിരുന്നോ? രാവിലത്തെ കൊടുത്തു. ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കൊടുക്കാം. ഓക്കെ, റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ പോട്ടെ. അല്ല, എന്തായി നീ പോയ കാര്യം? ആ കള്ളിപ്പൂച്ചനെ കിട്ടിയോ? എവിടുന്ന്? ഞാൻ ചെന്നത് അവളോടി മതിലേ കയറി, അവിടുന്ന് പ്ലാവ് വഴി കയറി അപ്പുറത്തിയാടി. നിനക്കപ്പോ മരം കയറാനൊന്നും അറിയില്ലേ? പിന്നെ എത്ര വട്ടിയുള്ള മരം കയറാൻ കണ്ടിട്ടുണ്ട്. നിലത്തുകൂടിയുള്ള കളികളൊക്കെ ഞങ്ങൾക്ക് പറ്റും, അല്ലാതെ മരം കയറി പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പറ്റൂലേ? പറ്റണം. കാരണം വറുത്ത് വെച്ച 6 മീൻ ആ പൂച്ച കൊണ്ടുപോയത്. അത് പോട്ടെ നോക്കി, അല്ലാതെന്താ. എന്നാലും ആ പൂച്ച എങ്ങനെ അകത്ത് കേറിന്നാ? വാതിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു, നീയും അകത്തുണ്ടായിരുന്നു. ആ ഡൈനിങ് ടേബിളിന്റെ അവിടുത്തെ ജനൽ തുറന്നു കിടക്ക, അതുവഴി കയറിക്കണം. അത് ഞാൻ അടച്ചിട്ടതായിരുന്നു, പക്ഷെ അത് ആരോ തുറന്നിട്ടു. ഇനി ഒരു വട്ടം കൂടെ കേറട്ടവള്, അവിടെ കൈയും കറിഞ്ഞ് ഞാൻ തല്ലൊടിക്കും, എന്നിട്ട് ഇവിടെ ഞാൻ ഓടിക്കും. കൈയും കാലും തല്ലോടിച്ച എങ്ങനെ ഓടും? അത് ഞാൻ എങ്ങനെയാലും ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ തൂക്കെടുത്ത് മതിലിന്റെ അപ്പുറത്തോട്ട് എറി. പോവാ, കണ്ടാ മതി. കാണിക്കാം. അല്ല, ദേവ് എന്തേ? താഴെയൊന്നും കാണാനില്ലല്ലോ. മോളില് ടിവിയും കണ്ടിരിക്കുകയായിരിക്കും. മോളിൽ തന്നെയാണ്, പക്ഷെ ടി വി കാണുന്നല്ല. പിന്നെ വൻ പരിപാടിയാ, നമ്മൾ കരുതുന്ന ആണൊന്നുമല്ലോ ചേച്ചി. വൻ പരിപാടിയോ? അതെന്താ ഞാനറിയാത്തൊരു പരിപാടി? ആർട്ട് വര, ചിത്രം വര. ആര്? ദേവുവോ? യെസ്, ദേവി ചേച്ചി തന്നെ. സത്യം, സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്, അപ്പറിയാലോ. ഓഹോ, എന്നെ വിശ്വാസമല്ല. ഹലോ, പറയടി. ഹലോ, എന്താ വരാൻ ലേറ്റ് ആവുന്നേ? എന്താ പരിപാടി? ഞാനൊരു ചെറിയ ട്രേഡിങ്ങിലാണ് ബിനോമോയിൽ. ബിനോമോയോ? അതെന്താ സംഭവം? അത് പറഞ്ഞു തരാം. ഈ ബിനോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കൊരു ദിവസം ഒരു 1000 രൂപ വരെ സമ്പാദിക്കാം, ചിലപ്പം 1000 കൂടുതലും സമ്പാദിക്കാൻ പറ്റും. നല്ല പരിപാടിയാണല്ലോ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേ. പറയാം. ഈ ബിനോമോയിലെ ഓരോ ട്രാൻസാക്ഷനിലും നമുക്ക് 90% ലാഭം ലഭിക്കും. അതിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എന്ന് പറയുന്നത് 500 രൂപയാണ്. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് 400 രൂപ അധികമായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതിൽ 2000 രൂപ നമ്മൾ സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1600 രൂപ നമുക്ക് കിട്ടും. അല്ല, ഈ നിക്ഷേപവും പിൻവലിക്കലൊക്കെ എങ്ങനെയാ? അത് വളരെ എളുപ്പമാണ്. നമുക്ക് ഫോൺ പേ, പേടിഎം, UPI ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പിൻവലിക്കാം. പിന്നെ ന്യൂ കസ്റ്റമേഴ്സിന് അവരുടെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയുണ്ട്, അതുവഴി നമുക്ക് കൂടുതൽ പഠിക്കുകയും ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. വേഗം പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിനോമോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി ഡൗൺലോഡ് ചെയ്ത് പണം സമ്പാദിക്കാൻ തുടങ്ങിക്കോ. എന്താ പരിപാടി? ചെറിയൊരു രചനയിലാണ്, പ്രകൃതിയുടെ ചില സൗന്ദര്യങ്ങൾ ഒപ്പിയെടുക്കാനുള്ളൊരു ശ്രമം. എന്ന് തുടങ്ങി ഈ പരിപാടി? ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ എത്ര കഴിവുകൾ അമ്മ കാണാതെ എൻ്റെ ഉള്ളിൽ മൂടിക്കിടക്കുന്നു. ചേച്ചി അതെല്ലാം ഓരോന്നോരോന്നായി പുറത്തെടുത്തോണ്ടിരിക്കുക. യെസ്, എക്സാക്ട്ലി. നിനക്കെന്നെ മനസ്സിലായി, പക്ഷെ എൻ്റെ പെറ്റമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. ഈ കഴിവ് എനിക്ക് മനസ്സിലായില്ല. ഏത്? അല്ല, ഈ നാടകാഭിനയം. കുറെ നേരമായല്ലോ ഈ ഡ്രാമ കളിക്കുന്നത്. ഇതാണ് അമ്മേനെ പ്രശ്നം. പുച്ഛം, കലാകാരന്മാരോടുള്ള പുച്ഛം. പിന്നെ ഞാനെങ്ങനെ വളരും? സത്യത്തിൽ പതിവില്ലാത്ത ഈ ചിത്രം വരയുടെ ലക്ഷ്യം എന്താ? അത് നീ പറ. അതല്ലേ ചേച്ചി നേരത്തെ പറഞ്ഞത്, ഈ പ്രകൃതിയുടെ സൗന്ദര്യം. നീ മിണ്ടരുത്. നീയാണ് ഇവളുടെ എല്ലാ തോന്നിവാസത്തിനും കൂട്ട്. തോന്നിയാസോ? ചിത്രം വരയ്ക്കണോ തോന്നിയാസം? അമ്മ തന്നെ ഇത് പറയണം. ചിത്രം വരയ്ക്കുന്നതിനോട് ഞാൻ എതിരല്ല, പക്ഷെ ആ മേഖലയിൽ തിളങ്ങണം. അല്ലാതെ വെറുതെ പെയിന്റും പേപ്പറും കളഞ്ഞിട്ട് എന്താ? തിളങ്ങും. അതിന് തന്നെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിക്കി ഒന്ന് പറഞ്ഞോടുത്തേ. ഓ, നിക്കൊക്കെ അറിയാം. അത് ശരി. എന്നോടാണ് ചേച്ചി ആദ്യം ഇത് പറഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ നല്ല മോട്ടിവേഷൻ കൊടുത്തു ചേച്ചിക്ക്. അമ്മ ഇത് തരാഞ്ഞിട്ടല്ലേ? സോ എന്നിട്ട് പറ, എന്താ പ്ലാൻ? വേറൊന്നുമല്ല, YMCA കേരള ലയൺസ് ക്ലബ്ബുമായിട്ട് ചേർന്ന് നടത്തുന്ന ചിത്രകലാ മത്സരത്തിൽ
അണ്ടർ 15 വിഭാഗത്തിൽ ഈ ദേവ് ചേച്ചി പങ്കെടുക്കുന്നു. ഇവളോ YMCA മത്സരത്തിനോ? യെസ്, ഞാൻ തന്നെ. അതിന് മുന്നോടിയായിട്ടാണ് ഈ ചിത്രം വര പ്രാക്ടീസ്. അതെങ്ങനെ നീ അപ്ലൈ ചെയ്ത്? ഓൺലൈൻ വഴി. എടി ഇത് കുട്ടിക്കളിയല്ല, വലിയ മത്സരാണ്. അറിയോ നിനക്ക്? അറിയാം, ഞാനും നല്ലോണം വരയ്ക്കുമല്ലോ, പിന്നെന്താ. വരയ്ക്കും. നോക്കട്ടെ, നീ വരച്ച ചിത്രം നോക്കട്ടെ. ഇത് ഫിനിഷ് ആയിട്ടില്ല. എത്ര കാണിക്ക്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ചേച്ചി, അത് കണ്ട് നമ്മൾ ഞെട്ടട്ടെ. ഇതാണോ നിന്റെ ചിത്രം വര? ഇത് വെച്ചോണ്ടാണോ നീ മത്സരിക്കാൻ പോകുന്നത്? ഫിനിഷ് ആയില്ല എന്ന് പറഞ്ഞതല്ലേ. അമ്മ താഴോട്ട് പോ, ഇവിടെ നിന്ന് എന്റെ പ്രാക്ടീസ് നടക്കൂല. മാത്രല്ല ഇമ്മതിരി ഡീമോട്ടിവേഷനും. നിങ്ങളാണെങ്കിൽ ബാലേന്ദ്രന്റെ ആരെങ്കിലും ആണോ? ഓ, ഞാൻ പോയേക്കാം. വരച്ചിട്ട് കപ്പും കൊണ്ടുവരുന്ന കാണണം. കാണും. കാണും. ഞാനിത് കുറെ കണ്ടിട്ടുള്ളൂ. ചേച്ചി ഡസ്പാവല്ലേ, ബി പോസിറ്റീവ്. ഇത്തവണത്തെ ട്രോഫി അത് ചേച്ചിക്ക് തന്നെ. വരയ്ക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ഒപ്പിയെടുക്ക്. ആകെ ഒരു ചക്കയെ കായ്ച്ചിട്ടുള്ളൂ. പ്ലാവാണത്ര, പ്ലാവ്. താങ്ക് യു ചേച്ചി. ഓ, താങ്ക്സ് ഒന്നും വേണ്ട. നീ എന്നെ സപ്പോർട്ട് ചെയ്തു, ഞാൻ നിനക്ക് ഫുഡ് അടിച്ചു മാറ്റി തന്നു, അത്രേ ഉള്ളൂ. അമ്പടി കേമികളെ, അപ്പൊ അതാണ് പരിപാടി. വേഗം തിന്ന്. എനിപ്പെടുത്തുന്ന ചങ്കം കിട്ടും. അമ്മ അയലൊക്കത്ത് പോയ ഗ്യാപ്പിലെ ഞാൻ നിന്നെ വിളിച്ചേ. അയൽവക്കത്ത് പോയ ആള് തിരിച്ചു വന്നു. എന്ത് ന്യായം പറഞ്ഞാലും ഫുഡ് മോഷ്ടിച്ചത് മോശമായി പോയി. എന്നിട്ട് പൂച്ചയ്ക്ക് പേരും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായി. അതിനാണ് നീ ഈ വരയ്ക്കാൻ അറിയാത്തവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് അല്ലേ? ആരെങ്കിലും വേണ്ടേ സപ്പോർട്ടിന്? അമ്മ എന്തായാലും സപ്പോർട്ട് ചെയ്യണില്ലല്ലോ. എന്നിട്ട് എന്നാ ചിത്രം വര മത്സരം? മറ്റന്നാള് ലയൺസ് ക്ലബിൽ വെച്ചിട്ട് രാവിലെ 10 to 12. ആട്ടെ, എന്താ ടോപ്പിക്ക് വരയുടെ? ടോപ്പിക്കൊന്നുമില്ല, എന്തും വരയ്ക്കാം. വരയ്ക്കണ ആളുടെ ഇഷ്ടം. പക്ഷെ ചേച്ചി ഒരു സംഭവം വരയ്ക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഹോ, എന്താ അത്? ആടിനെ മേയ്ക്കുന്നതിനിടയിൽ ഓടക്കുഴൽ ഒതുന്ന ശ്രീകൃഷ്ണൻ. കൃഷ്ണ 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 രഥ കാമുക. ഇതൊക്കെ ആര് വരയ്ക്കും? ഞാൻ വരയ്ക്കും. ഈ ആർട്ടിസ്റ്റ് ദേവു അഥവാ മേഘന. ഇതൊന്നും കേട്ട് ചേച്ചി തളരരുത്. ബിഗിലേ, കപ്പ് മുഖ്യം ബിഗിലേ. മേഘനയുടെ വീടല്ലേ ദേവ്? അതെ. എനിക്കറിയായിരുന്നു, ഒരു സംശയത്തിന് പുറത്ത് ചോദിച്ചതാ. മേഘനയുടെ അകത്തുണ്ട്. അല്ല, ആരാ? ഓ സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ലയൺസ് ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. പേര് അർജുൻ വർമ്മ. മേഘന ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. ഓ, മനസ്സിലായി. ഈ കഴിഞ്ഞ ഫ്രൈഡേയിൽ നടന്നതല്ലേ? അതെ, അതിന്റെ റിസൾട്ട് വന്നു. ഞാൻ അത് പറയാൻ വേണ്ടി കുറെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഓ, അതിവിടെ കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. അല്ല, ദേവുവിന് എന്തെങ്കിലും സമ്മാനം? യെസ് ഉണ്ട്, അത് തരാനാ ഞാൻ വന്നത്. മോളെ ഒന്ന് വിളിക്കാവോ? കുഞ്ഞു പോയിട്ട് ചേച്ചിനെ വിളിച്ചോണ്ട് വാ. സാറ് ഭാഗത്തോട്ടിരിക്കാം. ഇതൊക്കെ മേഘന വരച്ചതാണോ? ഹായ് മേഘന. ഹായ് അർജുൻ സാർ. ദേവു, നീ ചിത്രം വരച്ചതിന് എന്തോ ചെറിയ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ചെറുതൊന്നുമല്ല, ബിഗ് ആണ്. ബിഗ് എന്ന് പറയുമ്പോ? ബിഗ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രൈസ്.
ഫസ്റ്റ് പ്രൈസോ? അതെ, ഫസ്റ്റ് പ്രൈസ്. മത്സരിക്കുന്നവർക്ക് എന്തു വരയ്ക്കാനുള്ള ഫ്രീഡം ഞങ്ങൾ കൊടുത്തിരുന്നു. പലരും വരച്ചത് കാടും മലയും കൊക്കും ഒക്കെ ആയിരുന്നു. പക്ഷേ മേഘന ഞങ്ങളെ ഞെട്ടിച്ചു. ദേവ് വരച്ചത് എന്താണെന്നറിയാവോ? പട്ടിണി കിടന്ന് വിശന്ന് കലങ്ങി ആവശ്യപ്പടക്കാൻ കരിമ്പ് പറിച്ചു തിന്നുന്ന ഒരു ദരിദ്ര ബാലൻ. പക്ഷേ ചേച്ചി പറഞ്ഞത് സംതിങ് ഫിഷി. ട്രോഫി വെച്ചു. കൺഗ്രാറ്റുലേഷൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വേറെ കുറച്ച് ട്രോഫി കൊടുക്കാറുണ്ട്. കരിമ്പ് തിന്നുന്ന ദരിദ്ര ബാലൻ. നീ എന്താ വരച്ചു എന്ന് പറഞ്ഞ? ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണൻ. ഇതൊന്നും കണ്ട് തളരരുത് ചേച്ചി. യു ആർ ആൻ ആർട്ടിസ്റ്റ്.